വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിപ്പ് കൊണ്ട് തോരൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തോരന് ഉപ്പേരി എന്നാ പറയുക, അതിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വെജിറ്റബിൾസ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ. ആ ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പരിപ്പ് കൊണ്ട് നമുക്കിതുപോലെ തോരൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചീനച്ചട്ടിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പരിപ്പ് വേകേണ്ട വെള്ളം അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, പരിപ്പിൻ്റെ മീതെ വെള്ളം ആവുന്നത് പോലെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് മുളക് പൊടി ഞാനിവിടെ ഒരു 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആയ കാരണം അത്രയും ചേർത്തു. നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മളിതിന് കുക്കർ യൂസ് ചെയ്യില്ല, കാരണം കുക്കർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പരിപ്പ് നന്നായി സ്മാഷായി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ പരിപ്പ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പരിപ്പ് ഇത് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് അധികം സ്മാഷ് ആവാതെ ജസ്റ്റ് നമ്മളിത് കൈ കൊണ്ട് ഒന്ന് പൊട്ടിച്ചാൽ ഇങ്ങനെ ഒന്ന് പൊട്ടണ പോലെയുള്ളൊരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സ്മാഷായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ പരിപ്പിൻ്റെ കറിക്ക് ഒരു ടേസ്റ്റ് വരില്ല. അതിനുശേഷം ഒരു സവാള വലുത് അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഇത് പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ, തീരെ വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് വരുന്നത് കറിക്ക്. അപ്പോൾ അതിന് ശേഷം ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഞാനൊരു 2 വെളുത്തുള്ളിയാണ് എടുത്തത്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അരിഞ്ഞാലും മതി, ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അത് ഞാനിവിടെ ഒരു വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇത് വേണ്ട, എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വറ്റൽമുളക് ചേർക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ ചിരവിയതാണ്, ചെറിയ തേങ്ങയായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വേപ്പിലയും ചേർക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. തേങ്ങയും പെട്ടെന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നീട് ഈ തേങ്ങാക്കൂട്ട് നമുക്ക് ഈ വെന്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക. അങ്ങനെ നമ്മുടെ പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചോറിന് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് അറിയിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ബൈ. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.